അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാരിന് നന്ദി പറഞ്ഞ് വിഴിഞ്ഞം സ്വദേശികൾ. വിഴിഞ്ഞം കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണെന്നും ജനങ്ങൾ വിഴിഞ്ഞം പോർട്ട് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് കാണാൻ ആയിരങ്ങളാണ് വിഴിഞ്ഞം സ്വദേശികളൊക്കെ നിവാസികളൊക്കെ അവിടേക്ക് എത്തിയത്. കേരളത്തിന്റെ സ്വപ്ന സാഫല്യം വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ പിണറായി സർക്കാരിന് ജനങ്ങൾ നന്ദി പറയുകയാണ്. ആര് തറക്കല്ലിട്ടാലും ആര് തുടങ്ങി വെച്ചാലും ആർജവമോടെ പിണറായി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കി. അവരുടെ ആര് വാദിച്ചാലും ശരി, കാശുണ്ടെങ്കിലേ കാര്യം നടക്കൂ. ഉദ്ഘാടനം ചെയ്ത് കല്ലിട്ടെന്നും പറഞ്ഞ് കാര്യം നടക്കൂല. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എന്താ കൊടുത്തത്? തടസ്സം നിന്ന ആരാ ഈ പദ്ധതിക്ക്? ആർജവമോടെ ഇത് നടപ്പിലാക്കിയത് ആരാ? ഈ നടപ്പിലാക്കിയവനാണ് അതിൻ്റെ ക്രെഡിറ്റ്, അല്ലാതെ എവിടെയെങ്കിലും ഇരിക്കുന്നവനല്ല. എവിടെയെങ്കിലും ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നതിനല്ല അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പിണറായി സർക്കാരാണ് ഇത് നടപ്പിലാക്കിയത്. ജനങ്ങൾ തന്നെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. പിതൃത്വം, ഈ പോർട്ടിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ്, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ നാടിന്, നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഇതിൻ്റെ ഈ വികസനം പാർട്ടി ഭേദമന്യേ, പക്ഷഭേദമന്യേ എല്ലാ ആളുകൾക്കും പ്രയോജനകരമായ ഒന്നായി തീരും. ക്രെഡിറ്റ് അടിച്ചു മാറ്റാനെത്തുന്നവരെയും ജനങ്ങൾ തിരുത്തുന്നുണ്ട്. കേരളമാണ്, നമ്മൾ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാത്തിനും മുൻകൈയെടുത്തത്. ഇപ്പം വന്നിരിക്കണം നരേന്ദ്രമോദി എന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ സർക്കാർ, നമ്മളെ മുഖ്യമന്ത്രി ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തിട്ട് ക്രെഡിറ്റ് അവർക്ക് അതല്ലല്ലോ വേണ്ടത്. നമുക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച നമ്മളെ മുഖ്യമന്ത്രിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടേണ്ടത്. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച ഒടുവിൽ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. രാജ്യത്തിന്റെ വികസന കുതിപ്പിന് വഴിയൊരുക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാരിന് ജനങ്ങൾ നന്ദി പറയുകയാണ്. വിഴിഞ്ഞത്തുനിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്.